ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് വെള്ളയപ്പമാണ്. വെള്ളയപ്പം പറഞ്ഞാൽ വെള്ളയപ്പം മാവാണ് ഞാൻ തയ്യാറിക്കാൻ പോണത്. വളരെ ടേസ്റ്റിയും ആയിരിക്കും നമുക്ക് ആ വെള്ളയപ്പം കഴിക്കാനായിട്ട്. വെള്ള കളറായിരിക്കും അപ്പം. അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. അതായത് വെള്ളയപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ചേർത്തുന്നതെല്ലാം വെള്ളയായിരിക്കണം. അതുകൊണ്ടാണ് ഈ വെള്ളയപ്പം മാവ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ വേറെ ഒന്നും ചേർത്തില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാധനവുമാണ്. ഫസ്റ്റ് വേണ്ടത് പച്ചരിയാണ്. പച്ചരി എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ മട്ടയരി പച്ചരി പാടില്ല. ഇതേപോലെ വെള്ളയരി ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. റേഷൻ കടയിലത്തെ പച്ചരിയും പറ്റും, പക്ഷെ മട്ടയരി പച്ചരി പറ്റില്ല എന്നേ ഉള്ളൂ. പച്ചരി, നാളികേരം, ചോറ്, പിന്നെ ബേക്കിംഗ് സോഡ. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ അല്ലാണ്ട് നമ്മൾക്ക് വേറെ അപ്പസോഡ ഇടാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. തേങ്ങ ചിരകണതടക്കം നമ്മുടെ ആ വെള്ളയെ എടുക്കാൻ പാടുള്ളൂ. ചോറും മട്ടയരി ചോറ് എടുക്കരുത്. ചോറ് വന്നിട്ടും വെള്ളയരി ചോറായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എത്രയാണ് എടുക്കേണ്ടത് എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു കപ്പ് എടുക്കുക. നമ്മൾ ഇങ്ങനെ ഒരു കപ്പ് എടുത്തിട്ട്, ഈ കപ്പല്ല ഗ്ലാസ് ആണെങ്കിലും നാഴിയാണെങ്കിലും നമ്മൾ ഏത് പാത്രം എടുക്കണോ അതിന് അളവായിരിക്കണം ചോറ് നാളികേരം ഒക്കെ ചേർത്തേണ്ടത്. ഇപ്പം ഞാൻ അതിൽ 2 കപ്പ് പച്ചരി ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് 4 മണിക്കൂർ ഇത് കുതിരാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് അരയ്ക്കാവും. നമുക്കൊന്ന് നന്നായി കഴുകിയെടുക്കാം. അപ്പം അങ്ങനെ ഞാനൊരു 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത്, നല്ലോണം കുതിരട്ടെ. ഒരു 4 മണിക്കൂർ ഇത് കുതിരണം. എന്നിട്ട് ഞാൻ അരയ്ക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അരി ഒന്ന് നോക്കാം. നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് കളയാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വാർത്ത് കളഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ്, 1 കപ്പ് ചോറ്. ചോറ് വെള്ളയായിരിക്കണം, ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ഇനി 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കേണ്ട. അതേ കപ്പിന് തന്നെ ഇട്ടോളൂ. ഇതാ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇപ്പം നമ്മൾ ഇങ്ങനെ അരയ്ക്കുകയാണെങ്കിൽ അത് മൊത്തം നമ്മൾ ഗ്രൈൻഡറിൽ കൊട്ടി അരയ്ക്കുക. ഇല്ല, എല്ലാ കുട്ടികളും ഇപ്പോൾ ഒക്കെ ടേബിൾ ടോപ്പാണല്ലോ, അതിലാണെങ്കിൽ ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മിക്സിയിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് കാട്ടിത്തരുന്നത്. മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലൊന്നും ഇങ്ങനെ ഇളക്കുകയൊന്നും വേണ്ട, അങ്ങനെ കൊട്ടി അരയ്ക്കുക. അപ്പോൾ ഇനി ഞാൻ ജാറിലാണ് അരച്ചെടുക്കണേ. ഈ ജാറിൽ നമുക്കൊരു 2-3 കയ്യിലിട്ട് അരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കയ്യിലിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. വെള്ളം ഇതെങ്ങനെ വരണം അത്രേ ഒഴിച്ചു കൊടുക്കാവൂ. ഒരുപാട് വെള്ളം കൂട്ടി ഒഴിക്കരുത്. നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇങ്ങനെ അരയണം. ഇത്ര വെള്ളം ഇരുന്നോട്ടെ. അപ്പോൾ നമുക്കിതുപോലെ കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ അങ്ങനെ അവസാനമായി അതും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ അരച്ച് കഴിഞ്ഞു. നോക്കിക്കോളൂ. അങ്ങനെ നമ്മുടെ മാവൊക്കെ അരച്ച് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണ്, ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വന്നിട്ട് ഇതാ ഞാൻ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ. ഇതിലിട്ട് കൊടുത്തോളൂ. ഇനി വന്നിട്ട് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കണം. സാധാ നമ്മുടെ അപ്പസോഡ ഇട്ട് കൊടുക്കുക. ഞാൻ ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് അതാണ് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ. ഇതാ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ പാടുള്ളൂ വെള്ളം. ഇതിന്ന് കൂടാനും കുറയാനൊന്നും പാടില്ല. എന്നാലേ നമുക്ക് അപ്പം ഒഴിക്കുമ്പോൾ കറക്റ്റായിരിക്കുള്ളൂ. നല്ല പോലെ ഇളക്കണം.
അപ്പോൾ അങ്ങനെ നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെക്കാം. ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ നമ്മൾക്കിത് ചുടണം എന്ന് വെച്ചാൽ പറ്റില്ല. കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പോഴേക്കും അരച്ച് വെച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യുക, വൈകുന്നേരം വന്നാൽ നമുക്കിത് ചൂടാം. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്ക് 8 മണിക്കൂർ, അതായത് രാവിലെ എണീച്ചതും വെള്ളത്തിലിടുമ്പോൾ എന്തായാലും ഒരു 4 മണിക്കൂറോ ഒരു 2.5 മണിക്കൂറോ നമുക്ക് കിട്ടും. അതിൻ്റെ ഉള്ളിൽ ഇത് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും കഴിക്കാൻ ഈസി ആയിരിക്കും. അത് ജോലിക്ക് പോണവരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. വീട്ടിലിരിക്കുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ഇതേപോലെ അരച്ച് വെച്ച് നമുക്ക് വെള്ള കളറിൽ തെളിതെളിന്നുള്ള അപ്പം കഴിക്കാൻ പറ്റും. ഞാൻ ഇതിനെ ഒന്ന് മൂടി വെക്കട്ടെ. 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്കിനി കാണേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അങ്ങനെ നല്ല കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കവർ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു വേറെ പാത്രം കൊണ്ട് മൂടി വെച്ചാലും മതി. എപ്പോഴും മാവ് അരയ്ക്കുമ്പോൾ ഇത്തിരി വലിയ പാത്രത്തിലായിരിക്കണം. ഞാൻ ഇതൊരു പാത്രത്തിലാണ് ആക്കി വെച്ചത്. നല്ല പൊന്തി വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, 8 മണിക്കൂർ കഴിയട്ടെ. എന്നിട്ട് ഇത് എങ്ങനെയാണ് ചുട്ടെടുക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളയപ്പം മാവ് അരച്ച് വെച്ച് 8 മണിക്കൂർ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നല്ല പൊന്തി നിറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാവൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ 8 മണിക്കൂറൊക്കെ വെച്ച് മാവ് നല്ല പൊന്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിരുന്നു ചുട്ടെടുക്കുക. ബാക്കി നമ്മൾ ഇതേപോലെ നല്ലപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ആപ്പച്ചട്ടിയാണ് വെച്ച് കൊടുക്കണത്. നിങ്ങൾക്ക് ദോശക്കല്ലോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ എന്ത് വേണമെങ്കിലും ചുടാം. എനിക്കിപ്പോൾ ആപ്പക്കല്ലുണ്ടായപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തു. ഒന്ന് മൂടി വെക്കട്ടെ. ഈ ആപ്പച്ചട്ടി ഒന്ന് നന്നായി ചൂടാവണം. അപ്പോൾ നമുക്ക് കല്ലൊന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് വേവട്ടെ, അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ ഉള്ളത് വെള്ളയപ്പമാണ്. വെള്ളപ്പം എന്ന് പറയും. ആപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കൂടി കൂടിയിരിക്കും, ബ്രൗൺ കളറായിരിക്കും ചുറ്റിയും. ഈ വെള്ളയപ്പം എന്ന് പറയുന്നത് മൊത്തം വെള്ളയായിരിക്കും. കണ്ടില്ലേ, കാണാൻ നന്നായിരിക്കും ചെയ്യും. ഇങ്ങനെ ഇരിക്കും, ഒവരുടെ ഒരു ബ്രൗൺ കളർ വരില്ല. അപ്പം നമ്മൾക്ക് ഇതാണ് വെള്ളയപ്പത്തിൻ്റെ അടയാളം. അതായത് എല്ലാം വെള്ളയായിരിക്കും. ആപ്പം എന്ന് പറയുന്നത് എന്താണ്, ബ്രൗൺ കളർ വരും. അതിൽ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇടുന്നതായിരിക്കും, ഇളം മധുരവും ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് കറിയാണ് ഏറ്റവും പ്രധാനം. മുട്ടക്കറി, ചിക്കൻ കറി, ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല സാധനം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൈസിലെ വെള്ളയപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് വന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നമ്മുടെ വെള്ളയപ്പം ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഒന്ന് വന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അടിപൊളി വെള്ളയപ്പം ചിക്കൻ കറി അല്ലേ. ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അതെ,
എന്തായാലും ഒന്ന് അടിപൊളിയായിട്ട് കഴിച്ചു നോക്കാം. എന്താ പറയാ, ഒന്നും പറയല്ല. പുഷ്പ ചേച്ചി സൂപ്പർ പറഞ്ഞ സൂപ്പർ. ഒന്നും ഇടയിലടിയിൽ പറയാനേ തോന്നില്ല, അവരെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു പറയാം. പുഷ്പമ്മ, സംഭവം എന്തായാലും അടിപൊളിയായല്ലോ. ഇതിലേക്ക് ചിക്കൻ കറി മാത്രമല്ലല്ലോ, ചിക്കൻ കറി അല്ലേ, മുട്ടക്കറി, പനീർ കറി, പിന്നെ പീസ് മസാല. പീസ് മസാല അടിപൊളിയായിട്ടില്ല. അതുപോലെ നമ്മളിപ്പോ എന്താ പറയാ, അങ്ങനെ ബീഫ് എല്ലാം പറഞ്ഞോളൂ. ഇതിലെല്ലാതിലേക്കും ഈ എന്താ പറയാ, ഈ വെള്ളയപ്പത്തിന് ഈ കറികളെല്ലാം ഇതിലേക്ക് ചേരുന്നതാണ്. നന്നായിരിക്കും കഴിക്കാൻ. മുട്ടക്കറിയും ചിക്കൻ കറിയൊക്കെ പിന്നെ പറയാതിരിക്കാൻ വയ്യ. ഈ വെള്ളയപ്പത്തിന് അതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ബീഫ് കറിയാണ്. ബീഫ് നല്ല പോലെ നമ്മ ഇപ്പോ ഗ്രേവിയോടെ വെച്ചിട്ടുണ്ട് വെച്ചാൽ ഒരു ആപ്പൊക്കെ നമ്മളിപ്പോ ഈ വെള്ളയപ്പം വന്ന് ഒരു 5-6 ഒക്കെ സുഖമായി കഴിക്കാൻ പറ്റും. ഉണ്ടാക്കാനും എളുപ്പമാണ്. നമുക്ക് അതുപോലെ ഇങ്ങനെ നല്ല വെള്ളയായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വെള്ളയായിരിക്കും. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം വെള്ള എടുക്കണം എന്നേ ഉള്ളൂ. പച്ചരി ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, നല്ല എരിവുണ്ട് പറയാം, തേങ്ങ ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല വെള്ളയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കറിയൊക്കെ നമുക്ക് ഇത്തിരി ചൊടുക്കുന്ന എരിവൊക്കെ ഇതിലേക്ക് വേണം, എന്നാലേ ഇതായിരിക്കുള്ളൂ. അധികം ഇത് ഞാൻ കണ്ടിരിക്കുന്നത് എവിടെയാണ് അറിയോ, തൃശ്ശൂർ ആ ഭാഗങ്ങളില് വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഭയങ്കര മലപ്പുറത്തും എല്ലാം ഒരുപാട് എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഞാൻ അധികം കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ വെള്ളയപ്പം വന്നിട്ട് തൃശ്ശൂർ ആ ഭാഗങ്ങളില്. നമ്മളൊക്കെ ഏത് ഹോട്ടലിൽ പോയാലും നിറയെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടുത്ത പുതിയ പാടി കിച്ചൻ്റെ വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും ബൈ.